ഹായ് പാർട്ട്നേഴ്സ്, സൗദി ഇൻകം ടാക്സിൽ ഒരു 3 വർഷത്തെ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് ചെയ്യുന്ന കമ്പനി 3-ാം വർഷം അവസാനം ലാഭം കണക്കാക്കി ടാക്സ് അടച്ചാൽ മതിയോ? പലരും ചോദിച്ച ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ സൊല്യൂഷൻ. ഇൻകം ടാക്സ് നിയമം ആർട്ടിക്കിൾ 26-ൽ ലോങ് ടേം കോൺട്രാക്റ്റുകളെ പറ്റി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഒരു ഫിസിക്കൽ ഇയർ തുടങ്ങി ആ വർഷം തന്നെ പൂർത്തിയാക്കാത്ത എല്ലാത്തരം കൺസ്ട്രക്ഷൻ, ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ കോൺട്രാക്റ്റുകളെയാണ് ലോങ് ടേം കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. പ്രത്യേകം ഓർമ്മിക്കണം, ഇവിടെ ഒരു ചെറിയ എക്സംഷൻ കൂടിയുണ്ട്. കോൺട്രാക്റ്റ് തുടങ്ങിയ തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെറിയ പ്രൊജക്റ്റുകൾ ഈ നിയമത്തിൽ വരില്ല. ഇനി ഇതിന്റെ ടാക്സ് എങ്ങനെ കണക്കാക്കുക എന്ന് പറയാം. അക്രൂവൽ ബേസിസ് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കോൺട്രാക്റ്റുകളുടെ ലാഭം കണക്കാക്കാൻ ഒരു പ്രത്യേക രീതിയുണ്ട്. അതിന്റെ പേര് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് എന്നാണ്. അതായത് ഒരു പ്രൊജക്റ്റ് 3 വർഷം നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ ആ 3 വർഷവും ലാഭം വീതിച്ച് ടാക്സ് അടക്കണം. മുഴുവൻ ലാഭവും 3-ാം വർഷം കാണിച്ചാൽ പോരാ. ഈ പെർസെൻറ്റേജ് എങ്ങനെയാണ് കണക്കാക്കുക? ആ വർഷം ആ പ്രൊജക്റ്റിന് എത്ര ചെലവാക്കി എന്നതിന് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആയിട്ട് താരതമ്യം ചെയ്താണ് ഇത് കണക്കാക്കുന്നത്. ഉദാഹരണം, നമ്മുടെ പ്രൊജക്റ്റിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 10 മില്യൺ റിയാലാണെന്ന് കരുതുക. അതിൽ നിന്ന് 2 മില്യൺ റിയാൽ ലാഭം കിട്ടുമെന്നും കരുതുക. അതായത് ആകെ 12 മില്യൺ റിയാൽ. ആദ്യത്തെ വർഷം നമ്മൾ 2 മില്യൺ റിയാൽ ആ പ്രൊജക്റ്റിനായി ചെലവാക്കി. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റിന്റെ 20%, അതായത് 2 മില്യൺ ഡിവൈഡഡ് ബൈ 10 മില്യൺ ഈ വർഷം പൂർത്തിയാക്കി എന്ന് കണക്കാക്കണം. അതുകൊണ്ട് നമ്മുടെ ആകെ പ്രതീക്ഷിക്കുന്ന ലാഭമായ 2 മില്യൺ റിയാലിന്റെ 20%, അതായത് 4 ലക്ഷം റിയാൽ നമ്മൾ ആദ്യത്തെ വർഷത്തെ വരുമാനമായി കാണിച്ച് അതിന്റെ ടാക്സ് അടക്കണം. ഇനി സ്റ്റോക്ക് അഥവാ ഇൻവെന്ററി എങ്ങനെയാണ് ടാക്സിനായി വാല്യൂ ചെയ്യേണ്ടത് എന്ന കാര്യം അടുത്ത വീഡിയോയിൽ വിശദമായി തന്നെ പറയാം. Hope to see you again. നൗഷാദ് അക്കുറേറ്റ്.